എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേരെന്താ നോക്കിയേ? എവേ ഫ്രം ഡിസീസസ് ആണ് അല്ലേ? ഏതാണ്? എവേ ഫ്രം ഡിസീസസ് ആണ്. അപ്പൊ എല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. മഴയൊക്കെ നന്നായിട്ട് തകർന്ന് പെയ്യുന്നുണ്ട് അല്ലേ? ചിലർക്കെങ്കിലും പനിയും ജലദോഷമൊക്കെ പിടിച്ചവരുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഡിസീസസിനെ കുറിച്ചും അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചും എങ്ങനെയൊക്കെയാണ് പകരുന്നത്, ആരൊക്കെയാണ് രോഗങ്ങൾ പരത്തുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് എന്ന് നോക്കി പോവാ അല്ലേ? എടാ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു അമ്മയും ഡോക്ടറും ഒരു കുഞ്ഞും, നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞും ഇങ്ങനെ ഡോക്ടറെ അടുത്തിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. ഇത് എന്ത് ഫീവർ ആണ്? വൈറൽ ഫീവർ ആണ്. എനിവൺ എൽസ് അറ്റ് ഹോം കേറ്റ് വിത്ത് ഫീവർ. നിങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പനി ഉണ്ടായിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വർ എഫക്റ്റഡ്. അപ്പൊ എന്താ പറയുന്നത്? ഇവന്റെ സിസ്റ്ററിനും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവന്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു എന്ന് അമ്മ പറയാണ് കേട്ടോ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? നിങ്ങൾ ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ സംഭാഷണം വായിച്ചല്ലോ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? അപ്പൊ എന്താണ് ഇവന് പനി പിടിക്കാൻ എന്താണ് കാരണം? എടാ എന്താണ് ഇവന് പനി പിടിക്കാനുള്ള കാരണം? നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേ. ഇവന്റെ അമ്മയിൽ നിന്നോ അതേപോലെ ആരിൽ നിന്നോ വന്നതാവാം, ചേച്ചിയിൽ നിന്നോ വന്ന ഫീവർ ആവാമല്ലേ? അല്ലെങ്കിൽ അവരിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഇവന് കിട്ടിയതായിരിക്കാം. അല്ല, വൈറലാണല്ലോ. വൈറലാകുമ്പോൾ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പിടിക്കാൻ എന്താണ് എളുപ്പമാണ് അല്ലേ? വാട്ട് ഷുഡ് ബി ഡൺ ബൈ ദ പ്രിവെന്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസസ് ടു അതേഴ്സ്? അപ്പം നമ്മൾ എന്താണ് ഈ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാതെ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. എടാ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കുകയും നമ്മൾ എന്ത് ചെയ്യരുത്? ഇങ്ങനത്തെ രോഗങ്ങളുള്ളവരുടെ അടുത്തേക്ക് അധികം പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾ കേട്ടോ. പിന്നെ എന്തൊക്കെയാ? സ്നഫും സ്നീസും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് യൂസ് ചെയ്യണം? ടവൽസ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾക്കറിയാവുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഏതൊക്കെ അറിയടാ? പ്രഷർ, ഷുഗർ, പിന്നെ ഏതാണ്? ഡെങ്കി ഫീവർ, പിന്നെന്താണ്? അങ്ങനെ ഒരുപാട് രോഗങ്ങൾ അറിയില്ലടാ. ക്യാൻസർ, ലങ് ഡിസീസസ് ഒരുപാട് അറിയില്ലേ? അപ്പൊ നിങ്ങൾ അത് നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് എഴുതുക. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? എല്ലാം കമ്മ്യൂണിക്കബിൾ ആണോ? ആണോടാ? എല്ലാം പകരുന്ന രോഗങ്ങളാണോ? അല്ല അല്ലേ? ചിലത് പകരുന്നതാണ്, ചിലത് എന്താണ്? പകരാത്ത രോഗങ്ങളാണ് അല്ലേ? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. അപ്പൊ നമ്മളോട് മോർ ഡിസീസസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ആഡ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാത്ത രോഗങ്ങളാണ്. ഏതാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ഡെങ്കി ഫീവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡെങ്കി ഫീവർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഡെങ്കി പനി. അടുത്തെന്താണ്? ജാൻഡൈസ് കൊടുത്തിട്ടുണ്ട്. വേറെ ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇപ്പൊ പകരുന്ന ഒരുപാട് രോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതാണ്? കോവിഡ് കൊടുക്കുക അല്ലേ? COVID-19 കൊടുക്കുക അല്ലേ? പിന്നെ വേറെ ഏതാണ്? COVID-19 ഉണ്ട്, നിപ്പ ഉണ്ട്. വേറൊരു രോഗത്തിന്റെ പേര് അല്ലെങ്കിൽ ഡിസീസിന്റെ പേര് മിസ് പറയാവേ. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, മിസ് പറയുന്ന കൂടെ തന്നെ അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു പഠിക്കണം കേട്ടോ. നമുക്ക് എക്സാമിന് വന്നാൽ എഴുതാൻ അറിയാൻ വേണ്ടിയിട്ട് ആദ്യം എന്തറിയണം? നിങ്ങൾ സ്പെല്ലിംഗ് അറിയണം കേട്ടോ. അപ്പം മിസ് പറഞ്ഞുതരാം. ട്യൂബർക്ലോസിസ് ആണ് കേട്ടോ. രോഗത്തിന്റെ പേരെന്താണ്? ട്യൂബർക്ലോസിസ് ആണ്. ടി സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേക്കോടെ. ടി കേട്ടോ. രണ്ടാമത്തത് യു. ടി കഴിഞ്ഞിട്ട് അടുത്ത സ്പെല്ലിംഗ് എന്താണ്? യു ആണ് കേട്ടോ. പിന്നെ അടുത്ത ഏതാണ്? ബി ആണ്. അടുത്ത സ്പെല്ലിംഗ് ഏതാടാ? ബി ആണ് കേട്ടോ. അടുത്തത് ഇ. അടുത്ത ഏതാണ്? ഇ. അടുത്ത ഏതാടാ? ആർ ആണ്. ഏതാടാ? ടി ഉണ്ട്, യു, ബി, ഇ, ആർ. പിന്നെ ഏതാണ്? സി, യു, എൽ. എന്താണ്? CULOSIS ആണ് കേട്ടോ. CULI എന്താണ്? SOS എന്താണ്? ട്യൂബർക്ലോസിസ്. കട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ട്യൂബർ, TUBER കേട്ടല്ലോ. പിന്നെന്താണ്? CU മാറ്റി പഠിക്കുക. LOSIS ട്യൂബർക്ലോസിസ് കിട്ടൂലേ? അപ്പൊ എഴുതി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? നോൺ കമ്മ്യൂണിക്കേറ്റബിൾ ഡിസീസസ് ആണ് അല്ലേ? ഏതൊക്കെയാടാ? ക്യാൻസർ ഉണ്ട്, ഡയബറ്റിക് ഉണ്ട് അല്ലേ? ഡയബറ്റിക് ഏതൊക്കെയാണ്? ഏതൊക്കെ? നമ്മുടെ പ്രഷർ, ഷുഗർ കേട്ടോ. ഏതാണ്? ഷുഗർ. അടുത്ത ഏതാണ്? നമ്മുടെ സ്ട്രോക്ക് അല്ലേ? അടുത്ത ഏതാണ്? സ്ട്രോക്ക് എഴുതാം അല്ലേ? ഏതെഴുതാം? സ്ട്രോക്ക് എഴുതാം. പിന്നെ ഏതാടാ? ഹാർട്ട് ഡിസീസസ് എഴുതാം അല്ലേ? ഹാർട്ട് ഡിസീസസ് അതെന്തല്ല? പകരുന്ന രോഗമല്ല കേട്ടോ. ഹാർട്ട് ഡിസീസസ് ഹൃദയ സംബന്ധമായിട്ട് വരുന്ന രോഗങ്ങൾ എന്ത് ചെയ്യില്ല? പകരില്ല. വേറെ ഏതാടാ? ലെഗ് ഡിസീസ്.
ഓക്കെ, ഇതൊന്നും എന്തല്ല, ഹൃദയ ഇത് പകരുന്ന രോഗങ്ങളല്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. അപ്പൊ എന്താണ് ഇത് എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന രോഗത്തിനെയാണ് നമ്മൾ എന്ത് രോഗങ്ങൾ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നമ്മുടെ നോട്ടിലോട്ട് എഴുതണേ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്, വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺസ്. അപ്പൊ എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? പാൻഡമിക്സ്. അടുത്ത് എന്താണ് ഹെഡിങ്? പാൻഡമിക്സ് ആണ് അല്ലേ. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രി ഓർ കാൻഡിഡൻസ് ആൻഡ് എഫക്റ്റഡ് എ ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾസ്. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ ചില പകരുന്ന രോഗങ്ങൾ ഒരു പ്ലേസിൽ മാത്രം നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഇത് രാജ്യങ്ങൾ കടന്നു പോകും, അതേപോലെ എന്താണ് ഭൂഖണ്ഡങ്ങൾ കടന്നു പോകും, അങ്ങനെ ഒരുപാട് പേരെ ബാധിക്കും. ശരിയല്ലേടാ? ഇപ്പം നിങ്ങൾ തന്നെ അറിയാം അല്ലേ, ഏതാണ് നമ്മുടെ കോവിഡ് വന്നിട്ട് നിങ്ങൾ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും അല്ലേ, നിങ്ങൾ 1ലോ 2ലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും നമ്മുടെ കോവിഡ് വന്നിട്ടുണ്ടാവുക അല്ലേ. LKG UKG ഒക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ ആ ഒരു സമയത്ത് കോവിഡ് വന്ന് കുറേ കാലം നിങ്ങളുടെ സ്കൂളൊക്കെ അടച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേടാ? അപ്പോൾ സ്കൂളൊക്കെ അടച്ചിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അതെന്തായിട്ടുണ്ട്? ഒരുപാട് പേര് ബാധിച്ചിട്ടില്ലേ അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ബാധിച്ചത്? അല്ല, ഓൾ ഓവർ ദ വേൾഡ് അല്ലേ, വേൾഡിലെ എല്ലാ രാജ്യത്തും എന്തെത്തിയിട്ടുണ്ട്? നമ്മുടെ കോവിഡ് എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ രോഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാൻഡമിക് എന്ന് പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? പാൻഡമിക് അല്ലെങ്കിൽ മഹാമാരി എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? മഹാമാരി. സ്മോൾ ബോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 എക്സെട്ര. അതൊക്കെ എന്താണ്? ഓൾറെഡി ബാധിച്ച രോഗങ്ങളാണ് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാടാ നമുക്ക് പറയാൻ പറ്റുന്നത്? ആർ സം ഓഫ് ദ പാൻഡമിക്സ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ അതിജീവിച്ച, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാം സർവൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരായിട്ടുള്ള കുത്തിവയ്പ്പുകളും ഒക്കെ എന്തിനൊക്കെ സർവൈവ് ചെയ്ത് നമ്മൾ പോന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ആർ നോട്ട് വി മോർ ലൈക്ലി ടു ഗെറ്റ് എഫക്റ്റഡ് വെൻ വി കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് സം വൺ ഹൂ ഈസ് സിക്ക്. രോഗമുള്ള ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്കും രോഗം വരാനുള്ള ചാൻസ് ഇല്ലേടാ? ചാൻസ് ഉണ്ട് അല്ലേ. വൺ കേസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? പകർച്ചവ്യാധികൾ കാരണമാകുന്നത് എന്തായിരിക്കാം? പകർച്ചവ്യാധികൾ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് ആരായിരിക്കും കാരണം? ക്യാൻ വി സീ ദം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആരാണെന്നുള്ളത് നമുക്കൊന്ന് നമുക്കതിനെ കാണാൻ കഴിയലുണ്ടോ? ആരാന്ന് നമുക്ക് കാണാൻ കഴിയലുണ്ടോ? നമുക്കിപ്പോൾ പനി വന്നു, നമുക്ക് ആരാ കൊണ്ടെത്തുന്നതെന്ന് നമുക്കറിയോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കേടാ, പാത്തോജൻസ്. ഫസ്റ്റ് വൺ എന്താണ്? പാത്തോജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ എന്നാ പറയുന്നത് കേട്ടോ. ആരാടാ? രോഗകാരികൾ എന്ന് പറയാം കേട്ടോ. ആരാടാ? രോഗകാരികൾ. ഓക്കെ, രോഗകാരികളാണ് കേട്ടോ. വന്നില്ല അല്ലേ. രോഗകാരികള്. അപ്പൊ നോക്കിയാലോ എന്തൊക്കെയാ പറയുന്നത്? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കേസ്ഡ് ബൈ ദ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി ദാറ്റ് കനോട്ട് ബി സീൻ വിതൗട്ട് ദ നേക്കഡ് ഐസ്. ദേ ആർ കോൾഡ് പാത്തോജൻസ് ബിക്കോസ് ദേ കേസസ് ഓഫ് ഡിസീസസ്. അപ്പൊ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും അവരെ? ഇല്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനേക്കാളും ചെറിയ ആൾക്കാരാണ് എന്ത് പരത്തുന്നത്? നമുക്ക് രോഗം പരത്തുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? മൈക്രോ ഓർഗാനിസം ലൈക്ക് ആരൊക്കെയാടാ? നോക്കിക്കേ, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട് അല്ലേ. ആരൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. അങ്ങനത്തെ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? രോഗങ്ങൾ പരത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താടാ? ഈസ് കോൾഡ്. ഇവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? പാത്തോജൻസ് എന്നാ വിളിക്കുന്നത് കേട്ടോ. ഇവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? പാത്തോജൻസ് എന്നാ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ കണ്ണുകൊണ്ട് ഇവരെ കാണാൻ കഴിയുമോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് രോഗം പരത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ആരൊക്കെയാണടാ നമുക്ക് രോഗം കൊണ്ടുതരുന്ന പാത്തോജൻസ്? ആരൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, പിന്നെ ആരാണ്? ഫംഗസ് ഉണ്ട് അല്ലേ. ഇനി ഇതിന്റെ മൈക്രോസ്കോപ്പില് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ബാക്ടീരിയ കണ്ടോടാ. അതേപോലെ ആരെയും കൊടുത്തിട്ടുണ്ട്? വൈറസിനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസം. നോട്ട് ഓൾ ദ ഓർഗാനിസം ആർ പാത്തോജൻസ്. അപ്പൊ എല്ലാ ഓർഗാനിസും നമുക്ക് പാത്തോജൻസ് ആണ് അല്ലെങ്കിൽ രോഗകാരികളാണ് എന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ദർ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ
സഹായിക്കുന്ന കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷനും അതേപോലെ അബ്സോർപ്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബാക്ടീരിയാസ് എവിടെയുണ്ട്? നമ്മുടെ ബോഡിയിലുണ്ട്. ദർ ആർ മെനി ഇൻസ്റ്റൻസ് ദർ മൈക്രോ ഓർഗാനിസം ക്യാൻ ബി യൂസ്ഫുൾ ടു അസ്. അപ്പം എന്താണ്, എല്ലാവരും ഉപദ്രവിക്കുക മാത്രമല്ല, എന്ത് ചെയ്യുന്നുണ്ട്, ചിലർ നമുക്ക് ഉപകാരികളായിട്ട് വരുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശ ബാറ്റർ ഓഫ് ദ ഫെർമെന്റഡ് ബൈ ദ സർട്ടൈൻ ബാക്ടീരിയ. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ദോശമാവ് പുളിക്കുന്നത് അല്ലടാ, രാവിലെ അമ്മ തലേന്ന് നേരത്തെ അമ്മ നല്ല ദോശമാവൊക്കെ കലക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും അതെങ്ങനെ ഇരിക്കുന്ന കാണാം, പൊന്തി വരുന്നത് കാണാം അല്ലേ. അതിന് സഹായിക്കുന്ന ആരാണ്? ബാക്ടീരിയാസ് ആണ് കേട്ടോ. ബാക്ടീരിയ ആൻഡ് ഫംഗി ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. അപ്പം എന്താണ്, നമ്മുടെ മണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണുമായിട്ട് ചേർക്കുന്നത്. അപ്പോൾ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ ജൈവ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയയും ഫംഗലും ഒക്കെ പ്രവർത്തിച്ചാണ് ഇത് ആരുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്, നമ്മുടെ സോയിൽ അല്ലെങ്കിൽ മണ്ണുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. ഫൈൻഡ് മോർ ഇൻസ്റ്റൻസസ് വേർ ദ മൈക്രോ ഓർഗാനിസം ആർ ബെനിഫിഷ്യൽ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, വേറെ എന്തൊക്കെയാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ മിസ് ഇവിടെ 2-3 പോയിന്റ്സ് എഴുതി തരാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി എഴുതണേ. നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ച് അപ്പങ്ങൾ ഉണ്ടാക്കലില്ലേടാ. അപ്പം എന്താണ്, ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ബേക്കറീസ് അല്ലേ. എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ എന്താണ് ബേക്കറീസ് ഉപയോഗിക്കലുണ്ട് അല്ലേ. ബേക്കറീസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ മേക്കിംഗ് എന്താടാ, ഫോർ മേക്കിംഗ് ബ്രെഡ് ആൻഡ് കേക്ക് എഴുതാം അല്ലേ. ഫോർ മേക്കിംഗ് എന്താണ്, ബ്രെഡ് ആൻഡ് കേക്ക്, ബ്രെഡ് ആൻഡ് എന്താടാ കേക്ക്. നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈസ്റ്റ് നമുക്ക് എന്താണ്, ഉപകാരിയല്ലേടാ. അതെ അല്ലേ. അപ്പോൾ നമുക്ക് ഉപകാരിയായ ഒരു മൈക്രോ ഓർഗാനിസം നമുക്ക് കിട്ടിയില്ലേ. ഇനി അടുത്തത് എന്താണ്, അടുത്തത് റൈസോബിയം കേട്ടോ. റൈസോബിയം ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ കേട്ടോ. നൈട്രജൻ ഫിക്സേഷൻ ഇൻ സോയിൽ കേട്ടോ. അപ്പോൾ ഇത് 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് എഴുതി നമ്മുടെ സയൻസ് ഡയറിയിലേക്ക് എഴുതും വേണേ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദ വേൾഡ് ഓഫ് ഫംഗി, അടുത്ത് നമ്മൾ എന്താ പറയുന്നത്, ഫംഗസുകളുടെ ലോകമാണ് പറയുന്നത്. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ദ ക്ലോത്ത്. അപ്പം നിങ്ങൾ ഈ ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പയർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ പൂപ്പൽ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടത്, അത് മഴയൊക്കെ നനഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് വെറുതെ നമ്മൾ അത് അലക്കാണ്ട് അഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കുത്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോടാ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അതിന് നമ്മൾ കരിമ്പൻ എന്നാ മലയാളത്തിൽ പറയുന്നത്. ദേ ആർ ഓൾ ഫംഗി. ഇതെന്താണ്, എല്ലാവരും ഫംഗസുകളാണ്. പിന്നെന്താണ്, കാൻഡിഡ, Streptococcus and Histoplasma are some of the fungi that cases of diseases of humans. അപ്പോൾ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ കാൻഡിഡ എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ട്. അതേപോലെ എന്താണ് ക്രിപ്റ്റോകോക്കസ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗസ് ഉണ്ട്. അതേപോലെ എന്താണ് ഹിസ്റ്റോപ്ലാസ്മ എന്ന് പറയുന്ന വേറൊരു ഫംഗസ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളാണ് കേട്ടോ. ഇവയൊക്കെ എന്താണ് മനുഷ്യന് എന്തുണ്ടാക്കുന്നതാണ്? രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസ് ആണ്. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ദ വേൾഡ് ഓഫ് ദ ഫംഗി ഇൻക്ലൂഡഡ് എവറിത്തിങ് ഫ്രം ദ എഡിബിൾ മഷ്റൂംസ് ടു ദോസ് ദാറ്റ് കനോട്ട് ബി സീൻ വിതൗട്ട് നേക്കഡ് ഐസ്. പിന്നെന്താണ്? നമ്മൾ ഭക്ഷണമാക്കുന്ന കൂണില്ലടാ. കൂൺ എന്താണ്? കൂണെന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ് കേട്ടോ. കൂണെന്ന് പറയുന്നത് എന്താണ്? ഫംഗസ് ആണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നതും അതേപോലെ കാണാൻ കഴിയാത്തതുമായ ഒരുപാട് ഫംഗസുകളുണ്ട്. അങ്ങനെ വലിയൊരു ലോകമാണ് ആരുടെ എന്ന് പറയുന്നത്? നമ്മുടെ ഫംഗസിന്റെ ലോകം എന്ന് പറയുന്നത് കേട്ടോ. എന്തെന്ന് പറയുന്നത്? ലോകം എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ ഒരു സെക്ഷനിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ ഫംഗസ് എന്ന് പറയുന്നത് എന്താണ്?
ബ്രെഡിലും അതേപോലെ ഈ ക്ലോത്തിലൊക്കെ വരുന്നത് എന്താണ് ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്. അതേപോലെ മനുഷ്യന് രോഗങ്ങൾ വരുന്ന ഫംഗസുകളും ഉണ്ട്. ഏതൊക്കെയാടാ? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന് രോഗങ്ങൾ വരുത്തുന്ന ഫംഗസ് ആണ്. അതേപോലെ കൂണ്, നമ്മൾ ഭക്ഷണം കൊണ്ട് കഴിക്കുന്ന, നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്ന കൂൺ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് ഓഫ് എന്താണ്? ഒരു ഫംഗസ് ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് എന്താണ്? ഒരു ഫംഗിയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. ആദ്യം നമ്മൾ 2 ടൈപ്പായിട്ട് ഡിസീസസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ പെടും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കണേ. 3 എന്തായാലും മസ്റ്റ് ആയിട്ട് ഇതിൽ പഠിച്ചു നോക്കണം കേട്ടോ. ഡെങ്കി ഫീവർ ഉണ്ട്, COVID-19, ട്യൂബർകുലോസിസ് അല്ലേ. എടാ ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. TUBER അല്ലേ. ട്യൂബർകുലോസിന്റെ സ്പെല്ലിംഗ് എന്താണ്? TUBERCULOSIS കേട്ടോ, മറന്നു പോകരുതേ. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ പറയാം? ക്യാൻസർ, ഡയബറ്റിക്സ്, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസസ്, ലങ് ഡിസീസസ്, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ നോൺ കമ്മ്യൂണിക്കേറ്റബിൾ പറയാൻ. ഇനി എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് മീൻസ് എന്താണ്? സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺസ് അല്ലേ. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? പാൻഡമിക്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എന്താണ് പാൻഡമിക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ ഒരു രോഗം അല്ലെങ്കിൽ ഒരു ഡിസീസസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്ത് അല്ല, നമ്മുടെ പ്ലേസസിൽ മാത്രമാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രം നിൽക്കുന്നതിനാണോ? അല്ല, ഇതെന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടൊക്കെ? കൺട്രി, അതേപോലെ അല്ലേ രാജ്യങ്ങളും അതേപോലെ ഭൂഖണ്ഡങ്ങളും ഒക്കെ വ്യാപിക്കുകയും ഒരുപാട് ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന രോഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാൻഡമിക് എന്ന് പറയുന്നത് അല്ലേ. എടാ അതിന് നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾസ് ഏതൊക്കെ പറയാടാ? ട്യൂബർകുലോസിസ് പറയാം, പ്ലേഗ് പറയാം, COVID-19, നിപ്പ, ഇതൊക്കെ നമുക്ക് പറയാം അല്ലേ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത് നിപ്പ നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളിലോട്ട് പോയിട്ടില്ല, നമ്മുടെ കോഴിക്കോട് മാത്രം അല്ലേ നിലനിന്നാണ് അല്ലേ. അപ്പം നിപ്പ പറയണ്ട, വേറെ ഏതൊക്കെ പറയാം? സ്മോൾ ബോക്സ് പറയാം, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 പറയാം കേട്ടോ. അതൊക്കെ പല രോഗങ്ങളും ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ആളുകൾ മരിച്ച രോഗങ്ങളും അതിലുണ്ട് കേട്ടോ. അടുത്തെന്താണ്? പാത്തജൻസ് എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോ ഓർഗാനിസം ആണ് അല്ലേ. നമുക്ക് ആരാണോ രോഗം പരത്തുന്നത് അവരെ നമ്മൾ മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കേസ്ഡ് ബൈ ദ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. രോഗങ്ങൾ പരത്തുന്ന ആൾക്കാരെ പറയുന്നതാണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് അടുത്ത് നമ്മളെന്താ? ഇവരെയൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. എന്നാൽ എപ്പോഴും അവർ രോഗങ്ങൾ പരത്തുക മാത്രമാണോ ചെയ്യുന്നത്? നമുക്ക് ഉപദ്രവം മാത്രമാണോ? അല്ല, ഉപകാരങ്ങളും ചില സമയങ്ങളിൽ സംഭവിക്കാറുണ്ട്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഫംഗിയാണ് പറഞ്ഞത് അല്ലേ. ഫംഗിൽ നമ്മൾ എന്താ പറഞ്ഞത്? മനുഷ്യൻ രോഗം പരത്തുന്ന 2-3 പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരാണ്? കാൻഡിഡ, പിന്നെ ഏതാണ്? അടുത്ത ഏതാണ്? കാൻഡിഡ പറഞ്ഞു, ക്രിപ്റ്റോകോക്കസ് പറഞ്ഞു, ഹിസ്റ്റോപ്ലാസ്മ പറഞ്ഞു അല്ലേ. അപ്പൊ കൂൺ എന്ന് പറയുന്നതും അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറയുന്നതും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ് അല്ലേ. അടുത്തത് ഹൗ ഡിസീസസ് സ്പ്രെഡ്. എങ്ങനെയാണ് ഡിസീസസ് എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ആവുന്നത്. ഒബ്സർവ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്താടാ നോക്കിക്കേടാ? അവിടെ ഫ്രൂട്ട്സ് ഉണ്ട്. ഈ ഫ്രൂട്ട്സിൽ ആര് വന്നിരിക്കുന്നുണ്ട്? ഈച്ചകൾ വന്നിരിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കഫ് ആൻഡ് സ്നീസ് അല്ലേ, എന്ത് ചെയ്യുന്നുണ്ട്? ചുമക്കുകയും തുമ്മുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്താ ചോദിച്ചേക്കുന്നത്? Why do we cover our nose and mouth with a handkerchief when we snuff and sneeze? അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? നമ്മൾ തുമ്മുമ്പോഴും അതേപോലെ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ഈ തുവാല യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ നിന്ന് ഒരാളിലേക്ക് എന്ത് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്? രോഗങ്ങൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ടു prevent disease transmission. രോഗങ്ങൾ എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ട്രാൻസ്മിഷൻ. വൈ ഡു കീപ് ഫുഡ് ഐറ്റംസ് ഈസ് കവേർഡ്. എന്തുകൊണ്ടാണ് നമ്മളോട് ഫുഡ് ഐറ്റംസ് കവേർഡ് ചെയ്യാൻ പറയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ ഈച്ച അതുപോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള ഇൻസെക്റ്റ് വന്നിട്ട് എവിടെ ഇരിക്കും? നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ ഇരിക്കുകയും അതേപോലെ തന്നെ അത് നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവരെന്ത് ചെയ്യും? ചെറിയ ചെറിയ പ്രാണികളെയും അതേപോലെ രോഗാണുക്കളെയൊക്കെ ഈ ഭക്ഷണ സാധനത്തിൽ കൊണ്ടിടുകയും നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ടടാ? രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടെ എഴുതാൻ സ്ഥലമെല്ലാം മിസ് നോട്ടിൽ തരാം കേട്ടോ. അടുത്തത്, ഇൻ വാട്ട് വേ ഡു ഡിസീസസ് കേസിങ് ദ മൈക്രോ ഓർഗാനിസം എൻ്റർ ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ എങ്ങനെയൊക്കെയാണ്
എങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, ഏതെല്ലാം മാർഗത്തിലൂടെയാണ് എന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ മാർഗത്തിലൂടെയാണ്? നമ്മൾ ഫുഡ് കഴിക്കുന്നതിലൂടെ വരും അല്ലെ, വെള്ളം കുടിക്കുന്നതിലൂടെ വരും, അതേപോലെ മണ്ണിൽ നിന്ന് വരും, അതേപോലെ എയറിൽ നിന്ന് വരും അല്ലെ, പല വിധത്തിൽ വരാനുള്ള ചാൻസസ് ഇല്ലേടാ, ഉണ്ട് അല്ലേ. ഹൗ മൈക്രോ ഓർഗാനിസം എൻ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസസ് ദേ കേസസ്. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും ഏതൊക്കെയാണ് എന്നാണ് കേട്ടോ. നോട്ട് ത്രൂ ദ വിക്ടേഴ്സ്. വിക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ രോഗകാരികളിൽ നിന്നല്ലാതെ. വിക്ടേഴ്സ് മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈച്ച, കൊതുക്, റാറ്റ് അങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് അല്ലാണ്ട് വരുന്ന രോഗങ്ങളാണ് കേട്ടോ. നോട്ട് ത്രൂ ദ വെക്ടേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ത്രൂ സോയില്, മണ്ണിൽ നിന്ന് പകരുന്നത്. ഏതൊക്കെയാന്ന് നോക്കിക്കേ. എവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 2 കൊടുത്തിട്ടുണ്ട്. വാം ഡിസീസസ്, പിന്നെന്താണ്? ടെറ്റനസ്. എന്താണ് ടെറ്റനസും അതേപോലെ വാം ഡിസീസസും. വിരശല്യം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ത്രൂ എയറിലൂടെ പകരുന്ന ഏതൊക്കെയാടാ? ഒന്ന് ഫസ്റ്റ് കൊണ്ട് നമ്മൾ മുകളിൽ പറഞ്ഞ നമ്മുടെ ട്യൂബർകുലോസിസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വേറെ ഏത് പറയാടാ? ചിക്കൻ ബോക്സ് പറയാം കേട്ടോ. ചിക്കൻ ബോക്സ് ത്രൂ എയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ചിക്കൻ ബോക്സ് ഏതാ കേട്ടോ. ചിക്കൻ ബോക്സ്. ഓക്കെ, വേറെ എന്താടാ? ത്രൂ വാട്ടർ ആൻഡ് ഇതാണ്. ത്രൂ വാട്ടർ ആൻഡ് പിന്നെ ഫുഡിൽ നിന്നും വാട്ടറിൽ നിന്നും പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ്, ഇത് ടൈഫോയിഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് പറയാം കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എ കേട്ടോ. ഓക്കെ, വേറെ ഏതൊക്കെയാണ് കൊടുത്തേക്കുന്നത്? വേറെ ഏതൊക്കെയാണ് നോക്കിക്കേ. വേറെ ഇനി ത്രൂ വെക്ടേഴ്സ്. അപ്പോൾ വെക്ടേഴ്സ് വഴി പകരുന്നത് ഏതാണ്? ഡെങ്കി ഫീവർ വരുത്തുന്ന ആരാടാ? നമ്മുടെ മൊസ്കിറ്റോ ആണ് കേട്ടോ, കൊതുകാണ് കേട്ടോ. മൊസ്കിറ്റോ, കൊതുക് കേട്ടോ. നെക്സ്റ്റ് എന്താ? ഡെങ്കി ഫീവർ. വേറെ ഏതാടാ? വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് കേട്ടോ. വെസ്റ്റ് നൈൽ വൈറസ് വരുത്തുന്ന രോഗം. അതുപോലെ സിക്ക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്? ത്രൂ വെക്ടേഴ്സ് ഉണ്ട്. ഇനി ത്രൂ ഏതാണ്? റാറ്റ് എഴുതാം. ഏതാണ്? റാറ്റ് വരുത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാടാ? പറഞ്ഞതാ? പ്ലേഗ്. ഓക്കെ, വേറെ ഏതാണ്? റാറ്റ് ഫീവർ പറയാം അല്ലേ. അടുത്തത് ഹ്യൂമൻസ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ഏതാടാ? നിപ്പ പറയാം. പിന്നെ ഏതാടാ? നിപ്പ പറയാം. കോവിഡ് പറയാം അല്ലേ. കോവിഡ്. ഇനി ബേർഡ്സ് ആണെങ്കിൽ ഏതാടാ? ബേർഡ് ഫ്ലൂ പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യുക? നന്നായിട്ട് ഒന്ന് നോക്കി പഠിക്കുക കേട്ടോ. ഇതെന്തായാലും എക്സാമിന് ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ എന്തുണ്ട്? ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ടാ? ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഭാഗമായിട്ട് വീണ്ടും കാണാം. താങ്ക്